ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് സാറ് വന്നിട്ടുള്ളത് നമ്മുടെ മോഡൽ പരീക്ഷയ്ക്ക്, അതായത് ICT മോഡൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഏത് സോഫ്റ്റ്വെയറിലെ ഇങ്ക്സ്കേപ്പിലെ 5-6ഓളം ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഡിസ്കസ് ചെയ്യാം. റെഡിയാണല്ലോ? എല്ലാം റെഡിയാണല്ലോ? യെസ്, ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? യെസ്, കേട്ടോ. ഓപ്പൺ ദ ഫയൽ badge.svg given in the exam documents folder in the home in Inkscape software and create a design of badge as shown in the model given below. എടാ, നമ്മുടെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിൽ എന്ത് കിടക്കുന്നുണ്ട്? badge.svg എന്ന് പറയുന്ന ഒരു ഫയൽ കിടക്കുന്നുണ്ട്. അത് നമ്മളോട് എടുത്തു കൊണ്ടുവരണം. എവിടേക്ക്? ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിലേക്ക്. എന്നിട്ട് താഴെ കാണുന്ന ചിത്രം കണ്ടോ നിങ്ങൾ? ഒരു ബാഡ്ജ് ആണ് അല്ലേ? എന്തായാലും എഴുതിയിട്ടുള്ളത് സ്കൂൾ കലോത്സവം വളണ്ടിയർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. അതിന് ഹിന്റ് ആയിട്ട് തന്നിട്ടുള്ളത് എന്താണ്? മേക്ക് another circle in the middle of the circle, adjust its size. അതായത് ഓൾറെഡി ആ നീല കളർ സർക്കിൾ ഉണ്ടല്ലോ, അത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ badge.svg തന്നെ കാണാം. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? പുതിയൊരു സർക്കിൾ ഉണ്ടാക്കണം. അതിന് കളർ എന്ത് കൊടുക്കണം? ഒരു ഗ്രേ കളറൊക്കെ കൊടുക്കണം. എന്നിട്ടോ അഡ്ജസ്റ്റ് സൈസ് എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ കൊണ്ടുവരാം. എന്നിട്ടോ ടൈപ്പ് ദ ടെക്സ്റ്റ് ആൻഡ് അറേഞ്ച് ഇറ്റ് അക്കോർഡിംഗ് ടു ദ സർക്കിൾ ഇൻ ദ മിഡിൽ. അതുപോലെ തന്നെ അവിടെ കൊടുത്ത ആ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ഏത്? സ്കൂൾ കലോത്സവം വോളണ്ടിയർ എന്ന് പറയുന്ന ആ ടെസ്റ്റ് എന്ത് ചെയ്യണം? ആ ആർക്ക് രൂപത്തിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരണം. ഓക്കെ അല്ലേ? യെസ്. എന്നിട്ട് എന്താ പറഞ്ഞത്? എക്സ്പോർട്ട് ദ ഇമേജ് ആസ് PNG ടു exam 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ദ ഫയൽ നെയിം. അതായത് എന്നിട്ട് എന്ത് ചെയ്യണം? നേരെ സേവ് ആസ് അടിച്ച് സേവ് ചെയ്യില്ല, PNG ആക്കിയിട്ട് എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. എവിടെ സേവ് ചെയ്യണം? നമ്മുടെ exam 10 എന്തൊക്കെ കൊടുത്തിട്ട് സേവ് ചെയ്യല്? നമ്മുടെ രജിസ്റ്റർ നമ്പർ _ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ സേവ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. എന്നാൽ നമുക്ക് ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യുക? ആപ്ലിക്കേഷനിൽ പോയിട്ട് ഗ്രാഫിക്സിൽ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യുക? കൊണ്ടുവരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ നേരെ ഡയറക്റ്റ് ആയിട്ട് എടുത്തു. ഓക്കെ, ന്യൂ ഡോക്യുമെന്റ് തുറന്നു. ഇങ്ക്സ്കേപ്പിന്റെ പ്ലാറ്റ്ഫോം തുറന്നേ. എന്നിട്ട് നമുക്ക് ആദ്യം ചെയ്യൽ എന്താ? ഈ സെന്ററിൽ കാണുന്ന ഈ ഒരു വൃത്തികെട്ട പാറ്റേൺ ചെയ്യാം അല്ലേ? ഈ കാണുന്ന വൃത്തികെട്ട ഒരു ബോർഡർ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഫയല് എന്ത് ചെയ്യുക? ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ ഷോ പേജ് ബോർഡർ അല്ലേ? സ്ഥിരം ഉണ്ടാവും അല്ലേ? ഇത് ഒഴിവാക്കി മാനം കെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വൃത്തികെട്ടെന്ന് പറഞ്ഞത്. ഓക്കെ, ഏതാവട്ടെ. യെസ്, ഓക്കെ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്? യെസ് നേരെ പോയിട്ട് എന്ത് ഫയൽ എടുത്തുകൊണ്ടിരേണ്ടത്? യെസ്, badge.svg എന്ന് പറയുന്ന ഫയൽ എടുത്തുകൊണ്ടിരണം. ഏതാണ്? badge.svg. അല്ലാതെ നമ്മൾ ഈ സർക്കിൾ ഒന്നും വരയ്ക്കാൻ നിൽക്കണ്ട. ഓൾറെഡി സർക്കിൾ അവിടെ ഉണ്ട്. ഏതാ ഫയൽ? badge.svg. അപ്പൊ നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഓപ്പൺ അടിച്ചിട്ട് എടുത്തുകൊണ്ടിരണ്ടേ. ഓപ്പൺ. എന്നിട്ട് കണ്ടതാ എക്സാം ഡോക്യുമെന്റ്സിൽ പോയിട്ട് badge.svg ഉണ്ടോ? അത് എടുത്തുകൊണ്ട് വന്നേ. യെസ്, എടുത്തുകൊണ്ട് വന്നു. അപ്പൊ ഇവിടെ ബോർഡർ ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. ആ ബോർഡർ നമുക്ക് ഇതിൽ കൂടെ തന്നെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ്, ഷോ പേജ് ബോർഡർ ക്ലിക്ക് ഒഴിവാക്കി. ഇപ്പൊ നോക്ക് ഇപ്പൊ ആ ബാക്കിലുള്ള ബോർഡർ എന്ത് ചെയ്തു? പോയി. ഇനി അത് കുറച്ച് നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കുന്നുണ്ട്. യെസ്, ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്തൊരു സർക്കിൾ വരക്കണം അല്ലേ? അടുത്തൊരു സർക്കിൾ. അതിനെക്കാട്ട് നല്ല എന്ത് ചെയ്യുക? അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതാവും എനിക്ക് നന്നാകുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, റൈറ്റ് ബട്ടൺ അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പൊ അത് ഇതേ കളറിലാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക? എന്നിട്ട് ഇതിന്റെ ഗ്രേ കളർ കൊടുക്കുക. സെൻട്രലിൽ ഞാനൊരു ഗ്രേ കളർ കൊടുത്തു. ഓക്കെ, യെസ്. എന്നിട്ട് ഇതിന്റെ സൈസ് കുറച്ചങ്ങ് ചെറുതാക്കി. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൊണ്ട് ഞാൻ വെച്ചു. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? യെസ്. ഇതിന് ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. സ്റ്റോക്ക് ഓൾറെഡി സെറ്റ് ആണ്. അതിന് സ്റ്റോക്ക് ഇനി വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് പോയിട്ട് ഫിൽ ആൻഡ് സ്റ്റോക്ക് എടുത്തിട്ട് ഇവിടെ സ്റ്റോക്ക് സ്റ്റൈൽ കണ്ടോ? ആ സ്റ്റോക്ക് സ്റ്റൈൽ കൂട്ടിയിട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യുക? 2 ആക്കി, കുറച്ചുകൂടി വലിപ്പം ഉണ്ടാവട്ടെ. യെസ്, 2 ആക്കി കൊടുത്തു. ഏകദേശം 2 ലെവലിൽ കൊടുത്തു. പിന്നെ സ്റ്റോക്കിന്റെ പെയിന്റ് വൈറ്റ് ആണല്ലേ? ചോദ്യത്തിൽ എന്താണത്? വൈറ്റ് അല്ലേ? അപ്പൊ വൈറ്റ് ഒന്ന് സെറ്റ് ആക്കണം. വൈറ്റ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോക്ക് പെയിന്റ് കണ്ടത് ആദ്യം സെലക്ട് ആവണേ. സെലക്ട് ആവാതെ സ്റ്റോക്ക് പെയിന്റ് വരില്ല. എന്ത് ചെയ്യുക? ഇവിടെ വൈറ്റ് ഫുൾ സെറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, വൈറ്റ് സെറ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ചെയ്താണ് അല്ലേ? എന്താണ്? സ്കൂൾ കലോത്സവം അല്ലെ? കലോത്സവം വളണ്ടിയർ സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ? സ്കൂൾ കലോത്സവം എന്ന് കൊടുക്കണം അല്ലെ? അപ്പൊ എന്താ കൊടുത്തിട്ടുള്ളത്? സ്കൂൾ കലോത്സവം വളണ്ടിയർ എന്ന് എന്ത് ചെയ്യണം? നമുക്ക് കൊടുക്കണം. സ്കൂൾ കലോത്സവം വളണ്ടിയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ കൊടുത്തിട്ട് ടെക്സ്റ്റ് ചെയ്തണം. യെസ്, റെഡി അല്ലേ? അപ്പൊ ഞാൻ സ്കൂൾ കലോത്സവം വളണ്ടിയർ. ഓക്കെ, കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? സെലക്ട് Ctrl A അടിച്ചാൽ സെലക്ട് ആവും. എന്നിട്ട് എന്ത് ചെയ്യുക? നേരെ ബോൾഡ് ആക്കി കൊടുക്കുക. ഒന്ന് സൈസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 30 ഉള്ളത് ഒരു 36 ആക്കി കൊടുത്തു. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക? അവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് ഇപ്പോ ഇതിന് കളർ ഏതാ? യെസ്, കളർ ഒരു യെല്ലോ കളറാണല്ലോ. യെല്ലോ കളർ ഞാൻ ഇത് ചൂസ് ചെയ്തു.
അല്ലെ? ഞാനിവിടെ ഒരു യെല്ലോ കളർ ഇവിടെ ചൂസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം അറിയോ? ഈ ചെറിയ സർക്കിളിന്റെ ഉള്ളിലുള്ള അതും പിന്നെ അതുപോലെ തന്നെ സ്കൂൾ കലോത്സവം വോളണ്ടിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ടെക്സ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാ അറിയോ? കൺട്രോള് ഷിഫ്റ്റ് നെക്കി പിടിച്ചിട്ട് ഇത് 3 സെലക്ട് ആക്കുക, അല്ലെ? സോറി, ഇത് 2 സെലക്ട് ആക്കുക. ഏതൊക്കെ? നമ്മുടെ സെന്ററിലുള്ള ചെറിയ ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതും പിന്നെ നമ്മുടെ ടെക്സ്റ്റും. എന്നിട്ട് എന്ത് ചെയ്യുക? ടെക്സ്റ്റ് പോയിട്ട് പുട്ട് ഓൺ പാത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നോക്ക്, ടെക്സ്റ്റ് പോയിട്ട് പുട്ട് ഓൺ പാത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി? കറക്റ്റ് ഓർഡറിൽ വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് വേണമെങ്കിൽ ഇതിന്റെ സൈസ് ഒന്ന് നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം. അതായത് ഇതിന്റെ സൈസ് ഒന്നും കൂടി നമുക്കൊന്ന് കൂട്ടാം. യെസ്, സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുക? സൈസ് ഒന്ന് കൂട്ടാം. ഒരു 56. ഓക്കെ, കറക്റ്റ് സൈസിൽ ഒരു 57 ഉണ്ടോ നോക്കുക. യെസ്, ഓക്കെ, സെറ്റ്. ഇപ്പൊ നോക്ക്, ഇപ്പൊ നമുക്ക് ഒരു കാര്യം കിട്ടി. ഈ കാണുന്ന നടുവിലുള്ള സർക്കിളുമായിട്ട് ടച്ച് ചെയ്തിട്ടല്ലല്ലോ നിൽക്കണത്, ടച്ച് ചെയ്തിട്ടല്ലല്ലോ. അപ്പൊ പക്ഷേ നമ്മളെ ചിത്രത്തിൽ എന്താ ടച്ച് ചെയ്ത്? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ പിക്ചർ ഈ കാണുന്ന എഴുത്ത് എന്ത് ചെയ്യുക? ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ ഷിഫ്റ്റ് നെക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്ന് വലുതാക്കുക. യെസ്, ഓക്കെ. ഇപ്പൊ നമ്മൾ ആ ടച്ചിങ് അത് ക്യാൻസൽ ആയി. ഇനി നമുക്ക് ബാക്കിലുള്ള ആ സർക്കിൾ ഉണ്ടല്ലോ, ബാക്കിലുള്ള, യെസ്, അതൊന്നും കൂടി ഒന്ന് വലുതാക്കുക. അത് വലുതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കൺട്രോൾ ഷിഫ്റ്റ് വലുതാക്കുക. അപ്പൊ എന്ത് ചെയ്യും? ഒരുപോലെ വലുതാവും. എന്തിനാ അങ്ങനെ കൺട്രോൾ ഷിഫ്റ്റ് നിൽക്കുന്നത്? അതായത് എല്ലാ ഭാഗത്തും ഇപ്പൊ ഞാൻ വെറുതെ അങ്ങനെ വലിച്ചാൽ ഒരു സൈഡ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വലുതായി പോരുള്ളൂ. ഒരു സൈഡ് മാത്രമേ ഇങ്ങനെ വലുതായി പോരുള്ളൂ, അല്ലെ? അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരേപോലെ 4 സൈഡിലേക്കും എന്ത് ചെയ്യണം? വലുതായി വരണം. അതിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ നെക്കി പിടിച്ച് ഷിഫ്റ്റ് നെക്കി പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? വലിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ കൺട്രോൾ നെക്കി പിടിച്ച് ഷിഫ്റ്റ് വലിച്ചിട്ട് എന്താ ഒരുപോലെ വലുതായി. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇതും നമുക്ക് അതുപോലെ ഒന്ന് വലിച്ചു നോക്കാം. യെസ്, കൺട്രോൾ ഷിഫ്റ്റ്, സെറ്റ്. കണ്ടാ നിങ്ങൾ? യെസ്, ഇപ്പൊ നോക്ക്, സ്കൂൾ കലോത്സവം വളണ്ടിയർ, അല്ലെ? വളണ്ടിയറിന്റെ ഒന്നും കൂടി സൈസ് ഞാൻ കുറക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിന് അല്ലെ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞതിന് കൊണ്ട് ആ ഒരു അക്ഷരം അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു 64 കിട്ടും. യെസ്, ഇപ്പൊ സെറ്റായി. സ്കൂൾ കലോത്സവം വളണ്ടിയർ ഒരു 62 54. ഓക്കെ, അത് മതി. സ്കൂൾ കലോത്സവം വളണ്ടിയർ. ഓക്കെ, സെറ്റ് അല്ലേ? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്? എക്സ്പോർട്ട് ദ ഇമേജ് ആസ് PNG ഫയൽ ടു എക്സാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? PNG ഫയലായിട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ സെറ്റാണ്, ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഫയലിൽ പോയിട്ട് നേരെ എക്സ്പോർട്ട് PNG എന്ന് കണ്ടോ? ഇത് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് PNG എന്നതിന് ശേഷം എന്ത് ചെയ്യുക അറിയോ? എക്സ്പോർട്ട് ആസ് എന്ന് കണ്ടോ? അല്ലെ, ഞാൻ ഒന്നും കൂടി ഇവിടെ കാണിച്ചു തരാം. ഈ സൈഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇതൊന്ന് ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ എക്സ്പോർട്ട് ആസ് എന്ന് കൊടുത്തു. എക്സ്പോർട്ട് ആസ് എന്ന് കൊടുത്തിട്ട് എന്നിട്ട് അതിനുശേഷം എജുബോട്ടില് അല്ലെങ്കിൽ ഹോമിലാട്ടോ, നമ്മളെ എജുബോട്ട് എന്ന് പറഞ്ഞാൽ ഹോം, അതിൽ എന്താ ചെയ്യുക? എക്സാം 10 പോയിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ഇതൊക്കെ ഒഴിവാക്കി എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? രജിസ്റ്റർ നമ്പർ 1 2 3 4 5 കൊടുത്തു. ഷിഫ്റ്റ് മൈനസ് നിൽക്കി കഴിഞ്ഞാൽ അണ്ടർസ്കോർ വരും. എന്നിട്ട് ചോദ്യം നമ്പർ 1 എന്ത് ചെയ്തു? സേവ് ചെയ്തു. ഓക്കെ, ഇപ്പൊ എന്തായി? സേവ് ആയിട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, യെസ്, റെഡി അല്ലേ? യെസ്. അപ്പോ ഈ ചോദ്യം നമ്മൾ എന്ത് ചെയ്തു? ചെയ്ത് കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? നടക്കാൻ റെഡി അല്ലേ? സെറ്റ്. അപ്പൊ മക്കളെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റെഡിയാണോ? എല്ലാം റെഡിയാണോ? യെസ്. അപ്പോ ഇങ്ക്സ്കേപ്പിലെ അടുത്ത മോഡൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യത്തിലേക്ക് പോവാം. സെറ്റ് അല്ലേ? യെസ്. അപ്പൊ അടുത്ത ചോദ്യം കാണാം. യെസ്, ഒരു വത്തക്കയുടെ ചിത്രം ഉണ്ട് അല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വത്തക്കയുടെ ചിത്രം ഉണ്ട്. നോക്ക്, ക്രിയേറ്റ് ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഈ മോഡലിൽ എന്ത് ചെയ്യുക? ഇങ്ക്സ്കേപ്പിൽ ഒരു ചിത്രം വരച്ചുണ്ടാക്കാൻ. ഓക്കെ അല്ലേ? യെസ്. ഗ്രൂപ്പ് ദ എൻറ്റയർ ഇമേജ്, എല്ലാ ഇമേജും കൂടി എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സേവ് ദ ഇമേജ് ആസ് SVG ഫയൽ ഇൻ ദ എക്സാം 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ദ ഫയൽ നെയിം. അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും _ ക്വസ്റ്റ്യൻ നമ്പറും ഇട്ടിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ എവിടെ കൊണ്ട് സേവ് ചെയ്യുക? എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറിൽ എന്ത് ചെയ്യുക? സേവ് ചെയ്യുക. എന്നാൽ സ്റ്റാർട്ട് ചെയ്യല്ലോ. യെസ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, നമ്മുടെ ഇങ്ക്സ്കേപ്പ് തുറക്കണം. അതിനുവേണ്ടി അപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, അതുപോലെ തന്നെ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്ത് ചെയ്തു? നമ്മൾ തുറന്നു. യെസ്, ന്യൂ ഡോക്യുമെന്റ് തുറക്കുക. യെസ്, റെഡി. ഇനി എന്ത് ചെയ്യണം? ഇവിടുത്തെ ബോർഡർ കളയണം. അതിന് വേണ്ടിയിട്ട് ഫയല്,
ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിൽ പോവുക. ഈ ഷോ പേജ് ബോർഡർ എന്ന് പറയുന്ന ഭാഗത്തുള്ള ടിക്ക് മാർക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. എന്നിട്ട് ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ഒന്ന് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇതിനിപ്പോൾ ക്യാൻവാസ് ഫ്രീ ആണ്. ഈ ക്യാൻവാസിലേക്കാണ് നമ്മൾ വരച്ചു കൊണ്ടിരുന്നത്. ആദ്യം ഒന്ന് ചിത്രത്തിലേക്ക് നോക്കിയിട്ട് ഒന്ന് നമ്മുടെ മൈൻഡിലേക്ക് കയറ്റുക. യെസ്, ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക. പിന്നെ അതിൻ്റെ ശേഷം ഒരു സർക്കിളും കൂടി എന്ത് ചെയ്യുക, ചേർക്കുക. അതിൻ്റെ ഗ്രേഡിയൻറ്റ് ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു സർക്കിളുകൾ ബ്ലാക്ക് കളറിൽ എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് നോക്കുക. ഇതാണ് ടാസ്ക്. അപ്പോൾ നമ്മൾ ടാസ്കിലേക്ക് പോകാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരക്കണം അല്ലേ? യെസ്. പക്ഷെ ഈ സർക്കിള് ശ്രദ്ധിക്കണേ, ഈ സർക്കിൾ അല്ലല്ലോ വേണ്ടത്. നമുക്ക് എന്താ, സെമി സർക്കിൾ അല്ലേ വേണ്ടത്? സെമി സർക്കിൾ അല്ലേ? കാരണം എന്താ, ഇത് ഇങ്ങനെയല്ലേ ഉള്ളത്, സെമി സർക്കിളാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്റ്റാർട്ട് എൻഡ് കാണാം. അതിൽ സ്റ്റാർട്ടിൽ കൊണ്ടുപോയി അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു കമാനാകൃതിയിലുള്ള ആർക്ക് രൂപത്തിലുള്ള ഒരു സെമി സർക്കിൾ വരിക. പക്ഷെ നമുക്ക് ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക്, അപ്പോൾ നമ്മൾ എൻഡിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, 180 ക്ലിക്ക് ചെയ്യുക, എഴുതി കൊടുക്കുക. യെസ്, എൻ്റർ അടിക്കുക. ഓക്കെ, ഇപ്പൊ നോക്ക്, ഇതുപോലെ തല തിരിച്ച് വരും. ഇനി ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്ക്, ഇവിടെ 0 കൊടുത്തിട്ട് ഇവിടെ 180 കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇട്ട് വരിക. യെസ്, അങ്ങനെയല്ല വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്, ഇവിടെ ഈ സൈഡ് എന്ത് ചെയ്യുക, സ്റ്റാർട്ടിൽ എന്ത് ചെയ്യുക, 0 കൊടുത്തിട്ട് എൻഡിൽ എന്ത് ചെയ്യുക, 180 സെറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ കളർ എന്താ, പച്ച കളറാണ് അല്ലെ, ഗ്രീൻ കളറാണ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രീന് സെറ്റ് ആക്കുകയാണ്. ഗ്രീൻ കളർ സെറ്റ് ആക്കി. ഓക്കെ അല്ലേ? ഓക്കെ, ഗ്രീൻ കളർ സെറ്റ് ആക്കി. ദെൻ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യാൻ പോണത്, ഒരു സെമി സർക്കിൾ കൂടി വരക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ട്. അതിന്റെ കളറ് നമുക്ക് എന്ത് ചെയ്യണം, ഒരു റെഡ് കളർ കൊടുക്കുക. തൽക്കാലം റെഡ് കളർ കൊടുക്കുക. എന്നിട്ട് റേഡിയൽ ഗ്രേഡിയന്റ് നമുക്ക് സെറ്റ് ചെയ്യാണ്ട്, റേഡിയൽ ഗ്രേഡിയന്റ് അല്ല, ലീനിയർ ഗ്രേഡിയന്റ് നമുക്ക് സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് മക്കളെ ഇതിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു റെഡ് കൊടുത്തു. ഓക്കെ, റെഡ് കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അടിയിൽ ഇതാ കളർ ബാർ ഉണ്ട്, അതിൽ പോയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റെഡ് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. കുറച്ച് സൈസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, കുറക്കുന്നുണ്ട്. യെസ്, ഇതുപോലൊരു സൈസാക്കി കുറച്ചും കൂടി വലിപ്പം കൂട്ടുന്നുണ്ട്. സെറ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇതിന്റെ കളർ എന്ത് ചെയ്യണം. സാധാരണഗതിയിൽ ഇത് അപ്ഡേറ്റഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് ഇവിടെ അല്ല വരുന്നത്, അതായത് ഒബ്ജക്റ്റ് പോവുക. ഇനി ഇവിടെ ആർക്കെങ്കിലും റേഡിയൽ ഗ്രേഡിയന്റ് ലീനിയർ ഗ്രേഡിയന്റ് വരാത്ത ആൾക്കാരുണ്ടെങ്കിൽ നേരെ ഒബ്ജക്റ്റ് പോവുക, ഫിൽ ആൻഡ് സ്റ്റോക്ക് എടുക്കുക. ഫിൽ ആൻഡ് സ്റ്റോക്ക് ഇവിടെ വന്നു. ഞാൻ എന്ത് ചെയ്യുക, തൽക്കാലം എന്ത് ചെയ്യുക, ഈ വിൻഡോ അവിടുന്ന് എന്ത് ചെയ്യാണ്, ജസ്റ്റ് മാറ്റിയിട്ട് ഈ സൈഡിലേക്ക് മാറ്റുക. കാരണം എന്താ അറിയോ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്ന ഭാഗത്താവുമ്പോൾ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടിക്കാറ്. ഇനി എന്ത് ചെയ്യുക അറിയോ, ഇവിടെ കണ്ടോ നിങ്ങൾ ലീനിയർ ഗ്രേഡിയന്റ് ഇത് കണ്ടോ? യെസ്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഓക്കെ, ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ലീനിയർ ആയിട്ടുള്ള നീളമുള്ള ലൈന് കാണാം. ആ ലൈന് സെറ്റ് ആക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യുക അറിയോ, ജസ്റ്റ് ഇനി ഞാൻ ഇങ്ങോട്ട് മാറ്റിയേക്കണ്ടേ, ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മാറ്റിയേക്കണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, അതിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് എന്താ ഈ ചിത്രത്തിലേക്ക് നോക്കണം. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് നീക്കി വെക്കുന്നുണ്ട്. കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞത്, ഈ മുകൾ ഭാഗത്ത് ഒരു റെഡ് കളറും ഈ ഒരു ഏരിയയിൽ എന്താ വൈറ്റ് കളറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ സെറ്റ് ചെയ്യണം. അതുപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ മുകൾ ഭാഗത്ത് ഞാൻ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് അവിടെ റെഡ് ചൂസ് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ ഈ അറ്റത്ത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ വൈറ്റ് ചൂസ് ചെയ്തു. യെസ്, ഇനി എന്ത് ചെയ്യുക, കുറച്ചങ്ങോട്ട് അടിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, യെസ്, ഇപ്പം ഏകദേശം നമ്മുടെ ആ ഒരു പറഞ്ഞ രീതിയിൽ വന്നിട്ടുണ്ട്. ഏകദേശം ആ രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഏകദേശമൊക്കെ ആയാൽ മതി, ഏകദേശമൊക്കെ. ഇനി നമ്മൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ കാണുന്ന ബ്ലാക്ക് കളറിലുള്ള അതിൻ്റെ വിത്തുകൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് നോക്കുകയാണ് അല്ലേ. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ചെറിയ സർക്കിൾ വരച്ചു, അതിന് ബ്ലാക്ക് കളർ കൊടുത്തു. ഓക്കെ, സെമി സർക്കിൾ അല്ല, നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാ, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മുഴുവനായിട്ടുള്ള സർക്കിൾ കിട്ടും. ജസ്റ്റ് ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോണത്, ജസ്റ്റ് എന്ത് ചെയ്യുക, ഓക്കെ അല്ലേ, ഏകദേശമൊക്കെ ഒരു വിത്തിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഓക്കെ, കുറച്ചും കൂടി സൈസ് ചെറുതാക്കുന്നുണ്ട്. യെസ്, ഇതുപോലെ ആക്കി. ഇനി എന്ത് ചെയ്യുക അറിയോ, ഇപ്പോൾ ഒന്ന് അവിടെ കൊടുന്ന് വെച്ചു. ഇനി 1, 2, 3, 4, 5 വേണം അല്ലേ. അപ്പോൾ 5 ഞാൻ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കുറച്ചും കൂടി അവിടെ കുറച്ച് ഉരുണ്ടിട്ടാണല്ലേ. ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇനി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ സൈസിലൊന്നും വ്യത്യാസം വരാതെ ഇവിടെ വരും. ഓക്കെ, 2. ഇനി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അഗെയിൻ എടുക്കുക. യെസ്, 3. ഡ്യൂപ്ലിക്കേറ്റ് അഗെയിൻ എടുക്കുക. 4 ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, 5. ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു വൃത്തിയിൽ എന്ത് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ, യെസ്, ഓക്കെ. ഇപ്പം എന്തായി, ഏകദേശം നമ്മുടെ ഒരു വത്തക്കയുടെ വാട്ടർമെലൻ്റെ
ഒരു രൂപം കിട്ടി കേട്ടോ. ഓക്കെ അല്ലേ? യെസ്. ഓക്കെ റെഡി. ഇപ്പം നമ്മൾ പറഞ്ഞ രീതി കിട്ടി. സെറ്റ് അല്ലേ? സെറ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? സേവ് ആസ് ദ ഇമേജ് ആസ് SVG ഫയൽ. SVG ഫയലായിട്ടാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്. SVG ഫയലായിട്ട് സേവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എക്സ്പോർട്ട് PNG അടിക്കേണ്ട, ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യുക? സേവ് അടിക്കുക കേട്ടോ. ഡയറക്റ്റ് പോയിട്ട് സേവ് അടിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? നേരെ ഡയറക്റ്റ് പോയിട്ട് ഫയൽ സേവ് ആസ് അടിച്ചിട്ട് നേരെ എന്ത് ചെയ്യുക? എവിടെ കൊണ്ടുപോയി സേവ് ചെയ്യുക? നമ്മുടെ exam 10 ഫോൾഡറിൽ എന്ത് ചെയ്യുക? കൊണ്ടുപോയി സേവ് ചെയ്യുക. അവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കണം. എന്താ 1 2 3 4 5 നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു. നമ്മളെ SLCയുടെ രജിസ്റ്റർ നമ്പർ ആണ് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും, അത് കൊടുക്കുക. എന്നിട്ട് ഷിഫ്റ്റ് മൈനസ് തെക്കി കഴിഞ്ഞാൽ അണ്ടർസ്കോർ വരും. എന്നിട്ട് എന്ത് ചെയ്യുക? രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചെയ്തത്. ഓക്കെ, സേവ് അടിക്കുക. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള മോഡൽ പരീക്ഷയ്ക്ക് വന്ന ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. റെഡിയല്ലേ? യെസ്. ഓക്കെ, അടുത്ത ചോദ്യം ഒന്ന് പരിചയപ്പെടാം, നോക്കാം. അടുത്ത ഇങ്ക്സ്കേപ്പിലെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം നമുക്ക് പരിചയപ്പെടാം. യെസ്, ചോദ്യം വരുന്നുണ്ട്. നോക്കാം. ഇതാണ് ചോദ്യം, നിങ്ങൾക്ക് കാണാം. യെസ്, ഒന്ന് ചെറുതാക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ? നോക്കാം നമുക്ക്. ക്രിയേറ്റ് ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഈ മോഡലിൽ പറയുന്നത് പോലെ എന്ത് ചെയ്യുക? ഒരു ഇമേജ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഹിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് എന്താ മക്കളെ? ക്രിയേറ്റ് എ ഫ്രെയിം. ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക. ഇൻക്ലൂഡ് ദ ഇമേജ് scenery.png given in the image 10 folder in home. ഹോമിലെ image 10 ഫോൾഡറിൽ നിന്ന് scenery.png എന്ന് പറയുന്ന ചിത്രം കൊണ്ടുവരണം. പിന്നെന്താ? ഗ്രൂപ്പ് ദ എൻറ്റയർ ഇമേജ്. അതിനെ മൊത്തം എന്ത് ചെയ്യുക? ഒന്ന് ഗ്രൂപ്പ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സേവ് ദ ഇമേജ് ആസ് SVG ഫയൽ ഇൻ ദ exam 10 അല്ലേ? പിന്നെന്താ? ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ദ ഫയൽ നെയിം. അതായത് എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ exam 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും കൊടുത്തിട്ട് എന്ത് ചെയ്യുക? SVG ഫയലായിട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ ചെയ്തു തുടങ്ങാം. അഗെയിൻ ഇങ്ക്സ്കേപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. യെസ്, ഗ്രാഫിക്സിൽ പോവുക, ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ്, പിന്നെ അതുപോലെ തന്നെ ഇങ്ക്സ്കേപ്പ് വെക്റ്റർ ഗ്രാഫിക്സ് എഡിറ്റർ, ന്യൂ ഡോക്യുമെന്റ് എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഷോ പേജ് ബോർഡർ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്, ഇപ്പോൾ സെറ്റാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത്, റെഡി അല്ലേ? ഓക്കെ, ഫ്രെയിം. അപ്പോൾ ക്രിയേറ്റ് ദ ഫ്രെയിം. ആദ്യം ഞാൻ എന്ത് ചെയ്യുക? ഒരു ഫ്രെയിം വരയ്ക്കുക. ആദ്യം റെക്റ്റാങ്കിൾ വരക്കണം. റെക്റ്റാങ്കിൾ വരച്ചു, ഇതുപോലെ വരച്ചു. എന്നിട്ട് അതിൻ്റെ കളർ ഏകദേശം ഈ കളറാണോ? ഈ കളറല്ലേ? ഞാൻ നോക്കട്ടെ, ഈ കളറാണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിൻ്റെ സ്ട്രോക്ക് ഈ ഫ്രെയിം ഇതിന് എന്ത് കളർ കൊടുക്കണം? എന്ത് കളറാണ് കൊടുക്കേണ്ടത്? ഒരു ബ്രൗൺ കളർ കൊടുക്കണം അല്ലേ? യെസ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഒബ്ജക്റ്റ് പോയി ആദ്യം സെലക്ട് ചെയ്യണേ. സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റിൽ പോവുക, ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഫിൽ ആൻഡ് സ്ട്രോക്ക് ഇവിടെ വന്നിട്ടുണ്ട്. യെസ്, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയതാട്ടോ. ഓക്കെ, അതിൽ സ്ട്രോക്ക് എന്ത് ചെയ്യുക? സ്ട്രോക്ക് സ്റ്റൈൽ എന്ത് ചെയ്യുക? ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് സ്റ്റൈൽ മാറുള്ളൂ. ഓക്കെ, ഒറ്റ മിനിറ്റ്. ഓക്കെ, സ്ട്രോക്ക് സ്റ്റൈൽ ഞാൻ എന്ത് ചെയ്യുക? ഒന്ന് കൂട്ടുകയാണ്. ഏകദേശം എന്ത് ചെയ്തു? കൂട്ടി ഇത്രയാക്കി. ഓക്കെ, എന്നിട്ട് അവിടുത്തെ കളർ എന്ത് ചെയ്യണം? സ്ട്രോക്ക് പെയിന്റ് എന്ത് ചെയ്യണം? നമുക്ക് ചേഞ്ച് ചെയ്യണം. നമ്മുടെ വീൽസ് തന്നെ എടുക്കേണ്ടി വരും. ഓക്കെ, സ്ട്രോക്ക് പെയിന്റിൽ പോയിട്ട് സോറി അതിൽ പോയിട്ട് ഏകദേശം ഇങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ നമ്മൾ ബ്രൗണിലേക്ക് ഓക്കെ, ബ്രൗണിലേക്ക് എത്തി. ഇവിടെ ജസ്റ്റ് ഒന്ന് RGB ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടോ നീക്കിയാൽ മതി. ഓക്കെ, ഇപ്പം എന്തായി? നമ്മുടെ എന്ത് സെറ്റായി? നമ്മുടെ ഫ്രെയിം സെറ്റായി. ഫ്രെയിം നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ ഫ്രെയിം അല്ലേ? യെസ്, സെറ്റായിട്ടാ. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ ഉള്ളിൽ ഒരു റെക്റ്റാങ്കിൾ കൂടി നമുക്ക് എന്ത് ചെയ്യണം? കൊണ്ടുവരേണ്ടത്. ഉള്ളിൽ ഒരു റെക്റ്റാങ്കിൾ, അതിനൊരു ഫ്രെയിം ഉണ്ട്. എന്താ? ബ്ലാക്ക് ഫ്രെയിമാണ്. അത് നമുക്ക് സെറ്റ് ചെയ്യാം. അത് നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഇതൊന്ന് ഇങ്ങോട്ട് വെക്കുന്നുണ്ട്. ക്ലോസ് ചെയ്യുക. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്നും കൂടി വരച്ചു കേട്ടോ. യെസ്, ഇതിൻ്റെ ഫ്രെയിം നമുക്ക് കളർ മാറ്റാം. നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട, നമ്മൾ കളർ മാറ്റും. ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് സെറ്റാക്കി. ഓക്കെ, ഇത്ര സ്ട്രോക്ക് കട്ടില്ല എന്നാണ് തോന്നുന്നത് അല്ലേ? സ്ട്രോക്കിന് ഇത്ര കട്ടി ഉണ്ടോ? ഇല്ല. പിന്നെ മാത്രമല്ല അത് ബ്ലാക്കും ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ സ്ട്രോക്ക് ഒന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുക. ഞാൻ ഇങ്ങോട്ട് നീക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടുത്തെ സ്ട്രോക്ക് സ്റ്റൈൽ എന്ത് ചെയ്യുക? കുറച്ച് കുറക്കണം. യെസ്, കുറയുന്നത് കണ്ടങ്ങൾ കട്ടി കുറച്ച് കൊണ്ടുവരിക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക? ബ്ലാക്ക് ആക്കുക. സ്ട്രോക്ക് പെയിന്റിൽ പോയിട്ട് ഈ സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ബ്ലാക്ക് ആയി. ഓക്കെ അല്ലേ? ബ്ലാക്ക് സെറ്റ്. യെസ്, അപ്പം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പം ഞാൻ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു? ഇങ്ങനെ കൊണ്ടുവന്നു അല്ലേ? ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്ത് കൊണ്ടുവരണം? ഇൻക്ലൂഡ് ദ ഇമേജ് scenery.png given the image 10 ഫോൾഡർ. ഇമേജ് 10 ഫോൾഡറിൽ നിന്ന് എന്ത് ചെയ്യുക? എന്ത് കൊണ്ടുവരണം? scenery.png കൊണ്ടുവരണം മക്കളെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? scenery.png കൊണ്ടുവരാൻ പോവാണ്. ഫയലിൽ പോയിട്ട് ഇമ്പോർട്ട് ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഇമ്പോർട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഇമേജ് 10ൽ പോയിട്ട് സീനറി എന്ന് പറയുന്ന
ഒരു സീനറി ഉണ്ട്. ഓക്കെ, അത് ഞാൻ എന്ത് ചെയ്തു ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ അല്ലേ? യെസ്, ഇപ്പൊ സെറ്റാക്കി. ഇനി ഞാൻ എന്താ ഏകദേശം ഒരു ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചേ. യെസ്, സീനറി കൊണ്ടുവന്ന് വെച്ചു. ഇതിന്റെ സൈസ് ഞാൻ കുറച്ചൊന്ന് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. റെഡി. ഓക്കെ, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ എന്തായി, നല്ലൊരു ഫ്രെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ അല്ലേ, കറക്റ്റ് ഷേപ്പിൽ എന്ത് ചെയ്തു നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഓക്കെ, ഇനി നമ്മളോട് എന്താ പറഞ്ഞത്, എങ്ങനെ സേവ് ചെയ്യാൻ പറഞ്ഞത്? സേവ് ദ ഇമേജ് ആസ് SVG ഫയൽ. SVG ഫയൽ ആയിട്ടാ. SVG ഫയൽ സേവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ ഫയൽ എടുത്തിട്ട് സേവ് ആസ് അടിച്ച് സേവ് ചെയ്താൽ മതി. .svg എന്ന് കാണുന്നുണ്ടോ? എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കണേ. രജിസ്റ്റർ നമ്പർ കൊടുക്കണം. ഏതാ? 1 2 3 4 5. ഇത് നമ്മുടെ രജിസ്റ്റർ നമ്പർ ആണ്. അണ്ടർസ്കോർ കൊടുത്തു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതാണോ അത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ മൂന്നാമത്തെ ചോദ്യം ചെയ്യണം. മൂന്നാമത്തെ ചോദ്യം എവിടെ സേവ് ചെയ്യണം? Exam 10 സേവ് ചെയ്യണം. Exam 10 എടുത്തു. അവിടെ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് സേവ് അടിച്ച് സേവ് ചെയ്തു. ഓക്കെ അല്ലേ? കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂടാ. ഇത്രയുള്ള മൂന്നാമത്തെ ചോദ്യം നമ്മൾ ഇങ്ക്സ്കേപ്പിൽ ചെയ്ത് കഴിഞ്ഞു. ചില ആൾക്കാരൊക്കെ ഈ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് ആകെ ബേജാറായി പേടിച്ച് കൈ വിറച്ചൊക്കെ പോയ ആൾക്കാരുണ്ട്. അവരൊക്കെ ഇത് ചെയ്യണ കാണുമ്പോൾ എന്ത് ചെയ്യും, ഒരു ആവേശത്തിൽ റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക. പിന്നെ നിങ്ങൾ വീട്ടിൽ ഏതെങ്കിലും ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ഏത് കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്ത് ചെയ്യാറിയോ, ITH സ്കൂൾ ഉബുണ്ട് കയറ്റി തരാൻ പറയുക. എന്നിട്ട് ഈ സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യുക, നേരെ അതിൽ കയറ്റുക, നേരെ പരിപാടി തുടങ്ങുക അല്ലേ? ചെയ്ത് പഠിക്കുക, നോക്കി ചെയ്ത് പഠിക്കുക. ഇനിയും അല്ലേ, സമയം എന്ന് പറഞ്ഞാൽ 1-ാം തീയതിയാണ് നമ്മൾ എക്സാം ഉണ്ടാകുക. പല കുട്ടികൾക്കും 1-ാം തീയതി ആയിക്കോളുന്നില്ല, ഒരുപാട് ദിവസങ്ങൾ എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുക, അവരെന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് പഠിക്കുക. മറ്റുള്ള ആൾക്കാർ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, പോയിട്ട് എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയുള്ള പരിപാടികൾ എന്ത് ചെയ്യുക നോക്കുക കേട്ടോ. എന്നാൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ ഞാൻ അത് ക്ലോസ് ചെയ്യണേ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. റെഡി അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ IT പ്രാക്ടിക്കലിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത ചോദ്യം ഏതാണ്? യെസ്, നമ്മുടെ ഒരു ലോക്കിന്റെ ഒരു ചിത്രമാണ് അല്ലേ? ഇത് ക്രിയേറ്റ് ചെയ്യണം. എന്താ ചോദ്യം? ക്രിയേറ്റ് ആൻ ഇമേജ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ അല്ലേ? ഗ്രൂപ്പ് ദ എൻ്റർ ഇമേജ്. നമ്മൾ നേരത്തെ 2 വീഡിയോയിൽ ഗ്രൂപ്പ് ചെയ്യാൻ മറന്നുപോയി അല്ലേ? പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്യും. ഗ്രൂപ്പ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ആണ്. കാരണം എന്താ വെച്ചാൽ അതിങ്ങനെ ചെതറിപ്പോവും, കാരണം ഓരോ ഒബ്ജക്റ്റും. അപ്പോൾ എന്ത് ചെയ്യും, അതിനെ ഒരുമിച്ച് നിർത്തണ്ടേ? യെസ്, അതുകൊണ്ട് ഗ്രൂപ്പ് ചെയ്യൽ നിർബന്ധം കേട്ടോ. സേവ് ദ ഇമേജ് ആസ് SVG ഫയൽ ഇൻ ദ Exam 10 ഫോൾഡർ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ദ ഫയൽ നെയിം. അതായത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും കൊടുത്തിട്ട് ഇമേജ് 10 SVG ഫയലായിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? യെസ്, ആദ്യം നമ്മൾ ആപ്ലിക്കേഷനിൽ പോവുക. എന്നിട്ട് മക്കളെ എന്ത് ചെയ്യണം? യെസ്, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്ത് ചെയ്തു, നമ്മൾ തുറന്നു. യെസ്, തുറന്നു. ഓക്കെ, എന്നിട്ട് സാധാരണ വരുന്നത് പോലെ ഈ ബോർഡർ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതിന് ഫയലിൽ പോയി ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. എന്നിട്ട് ഷോ പേജ് ബോർഡർ എന്ന് പറയുന്ന ഭാഗത്തുള്ള ആ ടിക്ക് മാർക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. യെസ്, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ക്ലോസ് ചെയ്യുക. യെസ്, റെഡി അല്ലേ? ഓക്കെ, ഇപ്പൊ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ക്യാൻവാസ് വന്നിട്ടുണ്ട്. ഈ ക്യാൻവാസിൽ എന്ത് ചെയ്യണം, നമ്മൾ ഒരു ലോക്ക് ഓപ്പൺ ആയി കിടക്കുന്ന ഒരു ചിത്രം വരയ്ക്കാൻ പോവുക. യെസ്, അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. എന്നിട്ട് ഇതുപോലെ വരയ്ക്കുക. ഇത് ഞാൻ ഓൾറെഡി ഇത് വരച്ചത് ആയതുകൊണ്ടാണ് ഇതുപോലെ മോഡൽ വന്നത്. നമ്മൾ എന്ത് ചെയ്യും, ഇതിന് സ്ട്രോക്ക് ഒഴിവാക്കിയാൽ മതി അല്ലേ? ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയിട്ട് സ്ട്രോക്ക് ഒന്ന് ജസ്റ്റ് ഒഴിവാക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളതിലൊന്നും വരില്ല കേട്ടോ. ഞാനത് സ്ട്രോക്ക് ഒഴിവാക്കിയിട്ട് കൊടുത്തു. ഇപ്പോൾ റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്തു, ഏകദേശം ഒരു കളർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു. യെസ്. ഏത് കളറാണ്, ഞാൻ ഒന്ന് നോക്കട്ടെ ക്വസ്റ്റ്യനിൽ. ഏകദേശം ഈ കളർ തന്നെയാണോ എന്ന് നമുക്ക് തോന്നാം. ഈ കളർ കൊടുത്തു. ഓക്കെ, സെറ്റ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ റെക്റ്റാങ്കിൾ സെറ്റായി. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്ത് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഞാൻ എന്ത് ചെയ്യുക, വരയ്ക്കും. ഇതിനൊരു ബ്ലാക്ക് കളർ കൊടുക്കണേ. ബ്ലാക്ക് കളർ ചൂസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, എൻ്റെ സൈസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ. യെസ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഇനി ഒരു സർക്കിൾ എടുക്കണം. ഒരു സർക്കിൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. വളരെ സിമ്പിൾ ആട്ടോ. ഇത് ഏത് സെമി സർക്കിൾ നേരത്തെ വരച്ചുകൊണ്ട് അങ്ങനെ വന്നതാണ്. ഇത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ഫുൾ സർക്കിൾ ആവും. യെസ്, ഫുൾ സർക്കിൾ വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിനുള്ളിൽ സെറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കുറച്ച് വലുപ്പം എന്ത് ചെയ്യുക, കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. യെസ്, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ലോക്കിൻ്റെ ആ ഒരു കീ ഇടുന്ന ഹോൾ എന്ത് ചെയ്തു, ഫുള്ള് സെറ്റ് ആക്കിയിട്ടാ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ സൈസ് ഒന്നുകൂടി കുറക്കണോ, ഇത്രയും വലിയൊരു. ഓക്കെ, സെറ്റ്. യെസ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ലോക്ക് ഓപ്പൺ ചെയ്ത പോലെ കിടക്കണം അല്ലേ? ഓപ്പൺ ചെയ്ത പോലെ ഇതുപോലെ കിടക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി അറിയോ, നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്ലാക്ക് സെമി സർക്കിൾ ഒന്ന് വരയ്ക്കുക. അവിടെ ഒരു ബ്ലാക്ക് സെമി സർക്കിൾ വരയ്ക്കുക. അതായത് ഇവിടെ ഞാൻ എന്ത് ചെയ്തു, 180 കൊടുത്തു. 180 കൊടുത്തിട്ട് സെറ്റാക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ഞാൻ. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. യെസ്, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിനെന്ത് ചെയ്തു, ജസ്റ്റ് വേറൊരു കളർ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ.
എന്നിട്ട് എന്ത് ചെയ്തു, ഇതിൻ്റെ സൈസ് ഒന്ന് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടോ. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പാത്ത് രണ്ടും കൂടി സെലക്ട് ചെയ്യുക. എന്നിട്ട് പാത്തിൽ പോയിട്ട് ഡിഫറൻസ് അടിക്കുക. പാത്ത് ഡിഫറൻസ്. ഓക്കെ അല്ലേ? ഇപ്പം എന്ത് ചെയ്തു, ഇതുപോലെ വന്നു. ഇനി ഞാൻ എന്ത് ചെയ്തു, അത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക. യെസ്. ഓക്കെ അല്ലേ? വേണമെങ്കിൽ ഇതിൻ്റെ വലിപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക. ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക ഇവിടെ. യെസ്, സെറ്റ്. ഇനി നോക്ക്, ചിത്രത്തിലേക്ക് നോക്ക്. യെസ്, നമ്മൾ പറഞ്ഞ പോലെ സെറ്റായി. കണ്ടങ്ങൾ ഒരു ലോക്ക് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്ത് കിടക്കുന്ന ഒരു ചിത്രം നമ്മൾ എന്ത് ചെയ്തു, സെറ്റാക്കി അല്ലേ? യെസ്, റെഡി. ഒന്നും കൂടി ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് ഗ്രൂപ്പ് ആക്കണം അല്ലേ? ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി ഇതെല്ലാം കൂടി സെലക്ട് ചെയ്യുക, എല്ലാം സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് ആക്കുക. യെസ്, ഇപ്പോൾ ഗ്രൂപ്പായി. അപ്പോൾ എന്തായി, ഒരു 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 എന്താണ്, ലോക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി കൊടുത്തു. വളരെ സിമ്പിൾ അല്ലേ? യെസ്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇത് എവിടെ കൊണ്ട് സേവ് ചെയ്യണം? ചോദ്യത്തിൽ പറഞ്ഞ പോലെ SVG ഫയലായിട്ട് സേവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നേരെ ഫയലിൽ പോവുക. SVG ഫയലാകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ സേവ് ആസ് അടിച്ച് സേവ് ചെയ്താൽ മതി. ഓക്കെ, എക്സാം10 ഓപ്പൺ ചെയ്യുക. എക്സാം10 ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ രജിസ്റ്റർ നമ്പർ എന്ത് ചെയ്യുക, രജിസ്റ്റർ നമ്പർ കൊടുക്കുക. എന്താ, 1 2 3 4 5 അതിൻ്റെ രജിസ്റ്റർ നമ്പർ ആട്ടോ. നിങ്ങളത് വേറെ കാരണം ഷിഫ്റ്റ് മൈനസ് അടിച്ച അണ്ടർസ്കോർ. നമ്മൾ 4ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്തത്, 4 ചെയ്തു. ഓക്കെ, സേവ് അടിച്ചു. ഓക്കെ, സെറ്റ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, അത് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഇംഗ്ലീഷ് എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ ചെയ്യും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ മക്കളെ, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇംഗ്ലീഷ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച, മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നോക്കാം എന്താ ചോദ്യം എന്ന്. യെസ് യെസ് യെസ്. ചോദ്യം ഇതാണ് മക്കളെ, ഇതാണ് ചോദ്യം. എന്താണ്? ക്രിയേറ്റ് എ സ്റ്റിക്കർ ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഈ മോഡലിൽ കൊടുത്ത പോലെ സ്റ്റിക്കർ ഉണ്ടാക്കണം. ആഡ് ദ ടെക്സ്റ്റ് ഗോഡ്സ് ഓൺ കൺട്രി ടു ദ ഇമേജ് ആസ് ഷോൺ ഇൻ ദ മോഡൽ. ഈ മോഡലിൽ കൊടുത്ത പോലെ ഗോഡ്സ് ഓൺ കൺട്രി എന്ത് ചെയ്യണം, ഇതിൽ ആഡ് ചെയ്യണം. പിന്നെന്താ, സേവ് ദ ഇമേജ് ആസ് SVG ഫയൽ ഇൻ ദ എക്സാം10. എക്സാം10 SVG ഫയലായിട്ട് സേവ് ചെയ്യണം. സേവ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഫയൽ നെയിം എന്ത് കൊടുക്കണം, രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ എന്ന് കൊടുക്കണം. അതായത് രജിസ്റ്റർ നമ്പർ കൊടുത്തതിന് ശേഷം അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, SVG ഫയലായിട്ട് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ചോദ്യം എന്താണെന്ന് മനസ്സിലായി. എടാ, ആദ്യം ഒരു രൂപം നമ്മുടെ മനസ്സിലുണ്ടാക്കണം. ആദ്യം എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരക്കണം. വെള്ള കളറാണ് റെക്റ്റാങ്കിളിന് വേണ്ടത്. പിന്നെ അതിനൊരു ബോർഡർ കൊടുക്കണം. ബോർഡറിന് ഏത് കളറാണ്, ബ്ലാക്ക് കളറാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു സെമി സർക്കിൾ വരക്കണം. സെമി സർക്കിളിന് എന്ത് ചെയ്യണം, മുകളിൽ എന്ത് ചെയ്യണം, യെല്ലോ കളറും അടിയിൽ ചുവന്ന നിറം കൊടുക്കണം. അതിപ്പോൾ റേഡിയൽ ഗ്രേഡിയൻറ്റ് ഉപയോഗിക്കണം എന്നുള്ള കോമൺ സെൻസ് നമുക്ക് ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, പുട്ട് ഓൺ പാത്ത് കൊടുത്തിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്ത് ചെയ്യണം, ഇങ്ങനെ റൗണ്ടിൽ കൊണ്ടുവന്ന് വെക്കും വേണം. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ചോദ്യത്തിലേക്ക് പോവാം. യെസ്, നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് പോവാം. എന്താ, ആപ്ലിക്കേഷൻ എടുക്കുക, ഗ്രാഫിക്സ് എടുക്കുക, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ അല്ലേ? ന്യൂ ഡോക്യുമെൻറ്റ് സെറ്റാക്കി. യെസ്, ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഫിൽ ആൻഡ് സ്റ്റോക്ക് വന്നിട്ടുണ്ടാവും, അങ്ങനെ ഒന്നും വരില്ല. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഫയലിൽ പോയിട്ട് ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക. ഷോ പേജ് ബോർഡർ ക്ലിക്ക് ഒന്ന് ടിക്ക് മാർക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇപ്പം എന്ത് ചെയ്തു, ഫ്രീ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള ഒരു ക്യാൻവാസ് സെറ്റാണ്. ഓക്കെ അല്ലേ? യെസ് 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 യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റെഡി? യെസ്. അടുത്ത ചോദ്യം എന്താ, അടുത്ത ചോദ്യത്തിലേക്കോ അല്ല, നമ്മുടെ ഇത് ഈ ഒരു കാര്യം ചെയ്യാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യം ഒന്ന് കാണണ്ടേ. ചോദ്യം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ വരണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണ്. റെക്റ്റാങ്കിൾ ഇങ്ങനെ വരച്ചു. യെസ്, ഇത് റെക്റ്റാങ്കിൾ വരച്ചേ. ഇത് വെള്ള കളർ ആയതുകൊണ്ടാണ് ഇത് വെള്ളയിൽ കാണാത്തത് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ബോർഡർ കൊടുക്കണ്ടേ. ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് പോയിട്ട് ഫിൽ ആൻഡ് സ്റ്റോക്ക് എടുക്കുക. എന്നിട്ട് എന്താ, സ്റ്റോക്ക് സ്റ്റൈൽ എന്ന് കണ്ടോ, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ബോർഡർ ഒന്ന് കൂട്ടുകയാണ്. പ്ലസ് ബോർഡർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന്. യെസ്, ഇപ്പോൾ ബോർഡർ സെറ്റായി. യെസ്, ഒരു 4ലൊക്കെ കൊടുത്തിടുക. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ബോർഡർ സെറ്റായേ. ഞാൻ വേണമെങ്കിൽ ഒന്ന് സൈസ് ഞാനൊന്ന് കൂട്ടുന്നുണ്ട്. യെസ്, ഇത് ഞാൻ സൈഡിലോട്ട് വെച്ച്. ഓക്കെ, ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് പോകാം. ഇനി എന്ത് ചെയ്യണം, നമ്മളൊരു സെമി സർക്കിൾ വരക്കണം. സെമി സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. വരയ്ക്കുമ്പോൾ നേരത്തെ എന്താ അറിയുക, നമ്മളിവിടെ ഒരു സ്റ്റോക്ക് കൊടുത്തില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റോക്ക് ഒന്ന് ഒഴിവാക്കണം. ഒബ്ജക്റ്റ് പോയിട്ട് ഫിൽ ആൻഡ് സ്റ്റോക്ക് എടുത്തതിന് ശേഷം ആ സ്റ്റോക്ക് സ്റ്റൈൽ കണ്ടോ, അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ആ സ്റ്റോക്ക് ഒന്ന് ഒഴിവാക്കണം. യെസ്, റെഡ്യൂസ് ചെയ്തു. ഓക്കെ, റെഡ്യൂസ് ചെയ്തപ്പം ഇതുപോലെ വന്നു. ഓക്കെ അല്ലേ? ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാറിയോ, ഇതിനെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഇതിന് ഏത് കളറാ, ഒരു ചുവന്ന നിറം കൊടുത്തു. എവിടെ നമ്മുടെ സാധനം പോയോ? ഓക്കെ, ഇവിടെ ഉണ്ട് നമ്മുടെ സാധനം. ഓക്കെ, അതിനൊരു ചുവന്ന നിറം കൊടുത്തേ. അതിൽ ഒബ്ജക്റ്റ് പോയിട്ട് ഫിൽ ആൻഡ് സ്റ്റോക്കിൽ പോയിട്ട് ചില ആൾക്കാർക്ക് സംഭവിക്കുന്ന പ്രശ്നമാണിത്.
ഓക്കെ, അതിനൊരു ചുവന്ന നിറം കൊടുക്കുക. ഫില്ലിൽ പോയിട്ട് ചുവന്ന നിറം കൊടുത്തു. ഓക്കെ, അപ്പോൾ ഏതാവട്ടെ ഇവിടെ നോക്ക്. യെസ്, ഇതിൻ്റെ സ്ട്രോക്ക് ഇനിയും ബാക്കിയുണ്ടല്ലോ. ആ സ്ട്രോക്ക് ഒബ്ജക്റ്റിൽ പോയിട്ട് ആ ഫിൽ ആൻഡ് സ്ട്രോക്ക് മൊത്തം ക്ലിയർ ചെയ്യണേ. യെസ്, സ്റ്റൈലിൽ പോയിട്ട് ഇത് ഒന്നും കൂടി കുറക്കുക. അപ്പോൾ ചുവന്ന നിറമായി. അപ്പോൾ സെമി സർക്കിൾ സെറ്റാണേ. സെമി സർക്കിൾ നേരത്തെ വന്ന ടാസ്ക് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ, പ്രയാസമൊന്നും ഉണ്ടാവില്ല. നേരെ സെമി സർക്കിൾ വരയ്ക്കാൻ കളർ കൊടുക്കണേ. യെസ്, ഇപ്പോൾ സെമി സർക്കിൾ സെറ്റായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെന്ത് ചെയ്യണം എന്നറിയോ അല്ലേ? മുകളിൽ ഒരു യെല്ലോ കളർ കൊടുക്കണം, അടിയിലൊരു ചുവന്ന നിറം വരണം അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫിൽ ആൻഡ് സ്ട്രോക്ക് ഇത് സെലക്ട് ചെയ്യണം. ആദ്യം സെലക്ട് ചെയ്തതിന് ശേഷം നേരെ ഒബ്ജക്റ്റിൽ പോവുക. ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയിട്ട് ലീനിയർ ഗ്രേഡിയന്റ് എടുക്കുക. ഇതാണ് ഫസ്റ്റത്താണ് ലീനിയർ ഗ്രേഡിയന്റ്, സോറി ഫ്ലാറ്റ് കളറാണ്. ഇതാണ് ലീനിയർ ഗ്രേഡിയന്റ്. ക്ലിക്ക് ചെയ്തു. യെസ്, എന്നിട്ട് എന്ത് ചെയ്താൽ ഇവിടെ ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലൈന് വരും. ആ ലൈൻ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇത് താഴോട്ട് കൊണ്ടുവന്നിട്ട് ഈ ഭാഗം മുകളിലോട്ട് കൊണ്ടുപോകുക. അയ്യോ, യെസ് യെസ്, ഇതിങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോകുക. ഓക്കെ, റെഡി അല്ലേ? ഇനി മുകളിൽ ചുവന്ന നിറം ഇതാ ഇങ്ങനെ വന്നിട്ടുള്ളത്. മുകളിൽ ഞാൻ എന്ത് ചെയ്യുക? യെല്ലോ കളർ കൊടുക്കണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇവിടെ കൊടുത്തിട്ട് യെല്ലോ കളർ ക്ലിക്ക് ചെയ്തു. ഇനി അടിഭാഗത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ റെഡും കൊടുത്തു. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്തു? വിചാരിച്ച പോലെ നമ്മളെ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ കിട്ടി. യെസ്, എന്താണിത്? ഓക്കെ, സെറ്റല്ലേ? ഓക്കെ, ഇനി ഞാനിത് ക്യാൻസൽ അടിക്കുകയാണ്. ഇപ്പം നമ്മൾ സെമി സർക്കിൾ റെഡിയാണ്. ഇത് പറഞ്ഞ പോലെ വന്നു കേട്ടോ. ഓക്കെ, ഇനി ഗോഡ്സ് ഓൺ കൺട്രി സെറ്റ് ആക്കണേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഗോഡ്സ് ഓൺ കൺട്രി എഴുതണം. അതിന് നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ ഗോഡ്സ് ഓൺ കൺട്രി എഴുതാൻ പോവാണ്. ഗോഡ്സ് അപ്പോസ്ട്രഫി എസ് കേട്ടോ. ഗോഡ്സ് ഓൺ കൺട്രി, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ടൈപ്പ് ചെയ്യണം അല്ലേ? ഗോഡ്സ് ഓൺ കൺട്രി ടൈപ്പ് ചെയ്തു. ഞാൻ ഒന്ന് ഇങ്ങോട്ട് നീക്കുന്നുണ്ടേ, എന്നാലും നമുക്കൊരു അതിൻ്റെ മുകളിലാകുമ്പോൾ പ്രയാസീകാരം. അപ്പോൾ ഞാൻ അത് ഒന്ന് സെലക്ട് ചെയ്ത് എന്നിട്ട് ഇതിനെന്ത് ചെയ്തു? ഒന്ന് ബോൾഡാക്കി. ഗോഡ്സ് ഓൺ കൺട്രി ഒന്ന് ബോൾഡാക്കി. എന്നിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കുറച്ച് വലുപ്പം കൂട്ടുന്നുണ്ട്. യെസ്, ഒരു 48 എത്തിച്ചു. ഓക്കെ, ഒന്നും കൂടി കുറക്കാമെന്നാണ് തോന്നുന്നത്, 40 എത്തിച്ചു. ഓക്കെ, ഇനി നമ്മളെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? യെസ്, ഇത് രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? പുട്ട് ഓൺ പാത്ത് കൊണ്ടുവരികയാണ് അല്ലേ? ടെക്സ്റ്റിൽ പോയിട്ട് പുട്ട് ഓൺ പാത്ത്. യെസ്, സെറ്റല്ലേ? യെസ്, എന്നിട്ട് ഇതാ നമ്മൾ ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കാം. ഇതുപോലെ വരുന്നല്ലേ? പിന്നെ ഇതിൻ്റെ കളർ നീലയാണ് അല്ലേ? നീല ഒന്ന് സെറ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് പുറത്തൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരെ കൊടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. യെസ്, എന്നിട്ട് ഇതിൻ്റെ കളർ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക? നീല കൊടുക്കുക. യെസ്, നീല കളർ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഇതിന് മുന്നിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്നും കൂടി ഡബിൾ ക്ലിക്ക് അടിച്ചാൽ അതിലേക്ക് വരും അല്ലേ? ടെക്സ്റ്റിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യുക? സ്പേസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ അത് നേരെ സെൻറ്ററിൽ ഇങ്ങനെ വരും. ഓക്കെ, റെഡി അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുക? അതിങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോകുന്ന എന്ത് ചെയ്യുക? അങ്ങനെ അങ്ങ് വെക്കുക. യെസ്, റെഡി അല്ലേ? യെസ്, ഇപ്പം എന്ത് ചെയ്തു? ഗോഡ്സ് ഓൺ കൺട്രി സെറ്റായി മുകളിൽ. ഓക്കെ അല്ലേ? യെസ്, ഇത് വേണമെങ്കിൽ ഇതിൻ്റെ വലിപ്പം ഒന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഗോഡ്സ് ഓൺ കൺട്രിൻ്റെ സൈസ് എന്ത് ചെയ്യാം? നമുക്കൊന്ന് കൂട്ടാം, ഒന്ന് വലുതാക്കി നോക്കട്ടോ. 40 ഉള്ളത് ഒരു 48 എത്തിച്ചു. ഓക്കെ, എന്നിട്ടൊന്ന് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ സെറ്റ്. ഇപ്പം നമ്മൾ വിചാരിച്ച പോലെ നല്ല വൃത്തിയിൽ എന്ത് ചെയ്തു? ഗോഡ്സ് ഓൺ കൺട്രി സെറ്റായി. ഓക്കെ അല്ലേ? യെസ്, ഇത്ര ചെയ്താൽ മതി. ഓക്കെ, ഏകദേശമൊക്കെ ആയാൽ മതിടാ. പക്കാ അതേപോലെ എക്സാക്ട് കോപ്പി ഒന്നും ആണെന്നില്ല. ഇത് ചെയ്താൽ ടീച്ചർ പൊളി എന്നറിയും അല്ലേ? അപ്പോൾ സെറ്റായി. ഇനി എന്ത് ചെയ്യണം? ഗ്രൂപ്പ് ആക്കണം അല്ലേ? ഗ്രൂപ്പ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ അതെല്ലാം ഒറ്റ ചിത്രമായി മാറി. യെസ്, കണ്ടങ്ങൾ എല്ലാം എടുക്കുമ്പോൾ ഒരുപോലെ വരുന്നുണ്ട് കണ്ടോ? ഓക്കെ, ഇപ്പോൾ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ എന്തായി? നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കി. ഇനി എങ്ങനെ ചെയ്യണം? ഇത് SVG ഫയലായിട്ട് സേവ് ചെയ്യണം. SVG ഫയലായിട്ട് സേവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നേരെ പോവുക, ഫയലിൽ പോവുക, സേവ് ആസ് അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ SVG ഫയൽ തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ എജുപോർട്ട് ഏതാണ്? എജുപോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോമാണ്. ഹോമിൽ പോയിട്ട് എക്സാൻഡൻ ചൂസ് ചെയ്തിട്ട് ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. 5ാമത്തെ ചോദ്യം ചെയ്യണത് 1 2 3 4 എന്ത് ചെയ്യുക? ഷിഫ്റ്റ് മൈനസ് അടിച്ച് അണ്ടർസ്കോർ വരും. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ 6 എന്ന് കൊടുക്കുക. 5ാമത്താണല്ലോ അല്ലേ? 5 എന്ന് കൊടുത്തു, സേവ് അടിക്കുക. ഓക്കെ, സെറ്റ്. ഇതോടെ നമ്മൾ എന്ത് ചെയ്തു? അതും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ അല്ലേ മക്കളെ? അടുത്തൊരു കിടിലൻ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇങ്ക്സ്കേപ്പിലെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ച, അതായത് മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യത്തിലേക്ക് കടക്കാം. യെസ്, ചോദ്യം എന്താ നോക്കാം. ഫസ്റ്റ് ചോദ്യം കണ്ടോ അല്ലേ? എന്താ ചോദ്യം അല്ലേ? ഫസ്റ്റ് ചോദ്യം അല്ല, നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചോദ്യം ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, ഓപ്പൺ ദ
file rod_bg.svg given in exam documents folder in home in Inkscape software and complete the image as shown in the below. എന്നിട്ട് കണ്ടോ അത് ചിത്രം കണ്ടോ നിങ്ങൾ ഇതുപോലെ ഹിന്റ് എന്താ അറേഞ്ച് ദ മൈൽ സ്റ്റോൺ ബിഹൈൻഡ് ദ ബുഷസ് ആസ് ഷോൺ ഇൻ ദ മോഡൽ. അതായത് ഇവിടെ ഒരു മൈൽ സ്റ്റോൺ കണ്ടോ, ഈ മൈൽ സ്റ്റോൺ നമ്മൾ ഉണ്ടാക്കണം. ഇതൊക്കെ നമുക്ക് എടുത്തു കൊണ്ടുവരാൻ പറ്റും. എവിടുന്ന് rod_bg.svg എന്ന് പറയുന്നത് ഫയലിലൂടെ, അതായത് ഇങ്ക്സ്കേപ്പ് തുറന്നിട്ട് ഓപ്പൺ അടിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ഫയൽ എക്സാം ഡോക്യുമെന്റ്സിലുള്ളത് കേട്ടോ, അല്ലാതെ ഇത് ഇമേജ് പോയി തപ്പിയാൽ കിട്ടൂലേ. എക്സാം ഡോക്യുമെന്റ്സിലുള്ളത് അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, എടുത്തുകൊണ്ടിരണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ മൈൽ സ്റ്റോൺ നമ്മൾ ഉണ്ടാക്കണം. ഉണ്ടാക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ഈ ബുഷ് കണ്ടോ, ഈ ഒരു കുറ്റിച്ചെടി കണ്ടോ, അതിന്റെ പിന്നിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, വെക്കണം. ഇതാണ് നമ്മുടെ ടാസ്ക് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, അത് SVG ഫയലായിട്ട് എക്സാം 10 നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതേപോലെ ക്വസ്റ്റ്യൻ നമ്പറും കൊടുത്തിട്ട് എന്ത് ചെയ്യണം, സേവ് ചെയ്യണം. ഇതാണ് നമ്മളെ ടാസ്ക് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ ടാസ്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് മിനിമൈസ് ചെയ്യുന്നുണ്ട് ചോദ്യം. എന്നിട്ട് എന്ത് ചെയ്യുക, ആപ്ലിക്കേഷനിൽ പോവുക, ഗ്രാഫിക്സിൽ പോവുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ തുറക്കുക, ന്യൂ ഡോക്യുമെന്റ്, യെസ് തുറന്നു. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഫയലിൽ പോയിട്ട് നമ്മുടെ സാധാരണ ചെയ്യുന്നത് പോലെ ഈ ഒരു ഫയൽ എന്ത് ചെയ്യുക, ഷോ പേജ് ബോട്ടം എന്ത് ചെയ്യുക, ക്യാൻസൽ അടിക്കുക. ഓക്കെ. ഇപ്പൊ ഫ്രീ ആയിട്ടുള്ള സാധനം കിട്ടി. ഇനി നമ്മളോട് ആദ്യം തന്നെ പറഞ്ഞ എന്താണ് ചോദ്യത്തിൽ, rod_bg.svg എന്ന് പറയുന്ന ഫയൽ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പൊ അതിൽ ഫയലിൽ പോവുക, എന്നിട്ട് ഓപ്പൺ അടിച്ചിട്ട്, ഓപ്പൺ ആണ്, ഇമ്പോർട്ട് അല്ല. എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാം ഡോക്യുമെന്റ്സിൽ പോയിട്ട് ഏത് ഫയലാ, rod_bg.svg എന്ന് പറയുന്ന ഫയൽ കൊണ്ടുവരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ഫയൽ ഇവിടെ കൊണ്ടുവന്നു. ഫയൽ കൊണ്ടുവന്നപ്പോൾ അതിന്റെ കൂടെ ഒരു ബോർഡർ വന്നല്ലോ. ആ ബോർഡർ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി ഒന്നും കൂടി എന്ത് ചെയ്യുക, ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് എന്ത് ചെയ്യുക, ആ പേജ് ബോർഡർ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുക. യെസ്, ഇപ്പൊ നമ്മളെ സാധനം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നമുക്ക് മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് എന്താ പറഞ്ഞെന്താ, യെസ്, അറേഞ്ച് ദ മൈൽ സ്റ്റോൺ ബിഹൈൻഡ് ദ ബുഷസ് ആസ് ഷോൺ ഇൻ ദ മോഡൽ. ബുഷിന്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ മൈൽ സ്റ്റോൺ വെക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മൈൽ സ്റ്റോൺ ഉണ്ടാക്കാൻ പോവുകയാണ്. യെസ്, ഞാൻ ഇവിടെ മൈൽ സ്റ്റോൺ ഉണ്ടാക്കി. ഇതാ കളർ ഏതാണ്, വെള്ള കളറാണ് അല്ലേ, മൈൽ സ്റ്റോൺ കളർ വെള്ളയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് വെള്ളമായിട്ട് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ലാസ്റ്റ് വെള്ളമാക്കാം. ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യാം, നമ്മളൊരു കളർ കൊടുത്ത് അവിടെ വെക്കുക അല്ലേ. എന്നിട്ട് ലാസ്റ്റ്, കാരണം നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെള്ളം ആയതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു കളർ കൊടുക്കുക, ലാസ്റ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത എന്താ, ഒരു സെമി സർക്കിൾ വരക്കണം. സെമി സർക്കിൾ ഇങ്ങനെ വരച്ചു. യെസ്, സെറ്റായി. എന്നിട്ട് സെമി സർക്കിൾ കറക്റ്റ് ഇതിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെക്കുക. സൈസ് കറക്റ്റ് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, കൊണ്ടുവന്ന് വെക്കുക. യെസ്, സെറ്റായി. ഇനി എന്താ ചെയ്യേണ്ടി അറിയോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, കളർ ഏതാ, യെസ്, ഒരു യെല്ലോ കളർ അല്ലേ. അപ്പോൾ യെല്ലോ കളർ നമ്മളൊന്ന് സെറ്റ് ചെയ്യുക. ഇവിടെ പിടിച്ചിട്ട് യെല്ലോ കളർ സെറ്റ് ചെയ്തു. ഇവിടെ ഏതാ കളർ, വൈറ്റ് അല്ലേ, വൈറ്റും സെറ്റാക്കി. ഇനി നമ്മളിത് എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ആക്കുക. ഗ്രൂപ്പ് ഒബ്ജക്റ്റ് ഗ്രൂപ്പ്. എന്തിനാ അറിയോ, അങ്ങോട്ട് കൂടി തെന്നി പോകാതിരിക്കാൻ വേണ്ടി. ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു കാര്യം എഴുതാൻ എന്താ ഉള്ളത്, NH47 ഉണ്ട്, അതൊന്ന് എഴുതണം അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്യുക, ചെറുതായിട്ട് NH47 എഴുതി. അത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോർമൽ ബോൾഡ് ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ സൈസ് ഒന്ന് എന്ത് ചെയ്യുക, ഒരു 40 എത്തിക്കുക. ഓക്കെ, ഒന്ന് വേണമെങ്കിൽ ഇങ്ങനെ സൈസ് ഒന്ന് കൂട്ടാം. ഇതിന്റെ അടിയിൽ ഞാൻ എന്ത് ചെയ്തു, NH47 കൊടുത്തു. ഓക്കെ, ഇങ്ങനെ തന്നെയല്ല അതിൻ്റെ ഉള്ളിലുള്ളത്, NH47 റെഡി. ഇനി 20 കിലോമീറ്റർ ആണ് കേരളയിലേക്ക് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ഞാൻ 20 കിലോമീറ്റർ എഴുതണം. 20 കിലോമീറ്റർ എവിടേക്കാ, കേരള. എൻ്റർ അടിച്ച് അടുത്ത അതിലേക്ക് പോകും. ഇനി എന്ത് ചെയ്യുക, ഇവിടെ വേണമെങ്കിൽ 20 കിലോമീറ്റർ നേരെ സെൻട്രലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്ന് ഇതിന് ഫ്രണ്ട് അടിച്ചിട്ട് ഒന്ന് സെൻട്രലിലേക്ക് ആക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടാം. നമുക്ക് ഒരു നോർമലുള്ള ബോൾഡ് ആക്കി. എന്നിട്ട് എന്ത് ചെയ്യുക, സൈസ് ഒരു 40 എത്തിച്ചു, 48 എത്തിക്കുക. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ മൈൽ സ്റ്റോണിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുക. അയ്യോ, മൈൽ സ്റ്റോൺ മറ്റൊക്കെ പോകുന്നില്ലേ. യെസ്, ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ. ഇപ്പം എന്താ, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ കേരള എന്ന് പറഞ്ഞത് റെഡിലാണല്ലേ. അപ്പോൾ കേരള എന്ന് പറഞ്ഞാൽ മാത്രം സെലക്ട് ചെയ്തിട്ട് അവിടെ റെഡ് കൊടുക്കുക. യെസ്, റെഡായി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞ പോലെ ഇതിൻ്റെ സെൻറ്ററിൽ എന്ത് ചെയ്തു, സെലക്ട് ആയി. അയ്യോ, ഓക്കെ, ഇതിവിടെ കൊടുത്തിട്ട് വെച്ചു കേട്ടോ. ഓക്കെ, ഇനി ഇതിന് സ്ട്രോക്ക് ഉണ്ട് അല്ലേ, ഇതിൽ സ്ട്രോക്ക് ഉണ്ട്, അതാണ് ഈ പ്രശ്നം. ഓക്കെ, എന്നാലും ഇത് ഈ വെള്ളക്ക് നമ്മളിതൊരു സ്ട്രോക്ക് കൊടുക്കുക. അയ്യോ, ആ സ്ട്രോക്ക് എന്ത് ചെയ്യുക, സെറ്റ് ആക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ പോയിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തിട്ട് ഫിൽ ആൻഡ് സ്ട്രോക്ക് ഇവിടെ ഞാൻ സെറ്റ് ആക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റൈലിൽ പോയിട്ട് സ്ട്രോക്ക് ഒന്ന് ഇങ്ങനെ കൂട്ടുക. അപ്പോൾ കറക്റ്റ് അതിൻ്റെ സ്ട്രോക്ക് കിട്ടി അല്ലേ. യെസ്, ഇനി ഇതിനും ഒരു സ്ട്രോക്ക് കൊടുക്കണേ. ഇതിന് സ്ട്രോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, സ്ട്രോക്ക് കൊടുത്തു. ഓക്കെ, സെറ്റ്. ഇപ്പോൾ നമ്മളെ സാധനം സെറ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇത് ഇങ്ങനെ രണ്ടും കൂടി സെലക്ട് ചെയ്യുക.
ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് ആക്കുക, ഗ്രൂപ്പ് ചെയ്തേ. ഇനി നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നോക്കുക, ഇതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കുവാണെങ്കിൽ, മൈൽ സ്റ്റോൺ അല്ലേ, ഇത് സൈസ് ഒന്ന് ചെറുതാക്കുക. എന്നിട്ട് എന്ത് അറിയോ, ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുക ഈ ബുഷിൻ്റെ പിന്നിൽ വരുന്നത്, ഇവിടെയുള്ള കാണുന്ന ഈ ബുഷ് ഉണ്ടല്ലോ അതിൻ്റെ പിന്നിൽ വരുന്നത്, അതിന് വേണ്ടിയിട്ട് ഇത് ജസ്റ്റ് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ബുഷ് ഇവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റിൽ പോയിട്ട് ലോവർ അടിക്കുക. ലോവർ വരുന്നില്ലേ, അപ്പോൾ ഒന്ന് ഇതാ ലോവർ അടിച്ച് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നും കൂടി പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒബ്ജക്റ്റിൽ പോയിട്ട് ലോവർ ജസ്റ്റ് ഒന്ന്, അപ്പോൾ ലോവറായി. ഇതാ ജസ്റ്റ് ഇതിൻ്റെ പിന്നിൽ വന്നേ. യെസ്, കണ്ടോ നിങ്ങൾ? യെസ് ആണ്. സൈസ് കുറച്ച് നമുക്ക് കൂട്ടാം. യെസ്, മൈൽ സ്റ്റോണ് ഓക്കെ 20. ഇപ്പം എന്തായി, ഫുൾ സെറ്റായി, റെഡി അല്ലേ? ഇനി എന്താ പറഞ്ഞത്? യെസ്, ഇതെന്ത് ചെയ്യണം, ഒന്ന് ഗ്രൂപ്പ് ആക്കല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി പോവാതിരിക്കാൻ വേണ്ടി ഒന്ന് ഗ്രൂപ്പ് ആക്കുക. ഗ്രൂപ്പ്, ഒബ്ജക്റ്റിൽ പോയിട്ട് ഗ്രൂപ്പ്. യെസ്, ഇപ്പം എല്ലാം സെറ്റായി. പറഞ്ഞ പോലെ ചോദ്യം നമ്മൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കി. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? SVG ഫയലായിട്ട് സേവ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, നേരെ പോയിട്ട് സേവ് ആസ് അടിച്ച് കഴിഞ്ഞാൽ SVG ഫയലായിട്ട് സേവ് ചെയ്യാം. ഇതാ SVG ഫയലായിട്ട് സേവ് ചെയ്തു. എന്നിട്ട് ഇവിടെ രജിസ്റ്റർ നമ്പർ മാറ്റണം. എന്താ 1 2 3 4 5 ഇതാണ് എൻ്റെ രജിസ്റ്റർ നമ്പർ. ഷിഫ്റ്റ് മൈനസ് അടിച്ചിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 6 ഒന്നും കൊടുത്തു. എന്നിട്ട് എവിടെ സേവ് ചെയ്യേണ്ടത്? എക്സാം 10ലാണ് സേവ് ചെയ്യേണ്ടത്. എക്സാം 10 ഓപ്പൺ ചെയ്തു, അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. ഇപ്പം എന്തായി മൊത്തം അല്ലേ, അതായത് നമ്മുടെ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഏകദേശം 6ഓളം ഇങ്ക്സ്കേപ്പിലെ ചോദ്യങ്ങൾ ഞാൻ കിടിലാക്കി ഞാൻ എന്ത് ചെയ്തു തന്നു. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്ത് എടുത്ത് കാണുക, സെറ്റാക്കുക, പവറാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. താങ്ക് യു.